ബി.എൻ. ഹസ്കർ, ഇതൊരു തിരുത്തൽ വരുത്തേണ്ട ഒരു ആവശ്യമുള്ള ഒരു പരാമർശമായിരുന്നോ മുഖ്യമന്ത്രിയുടേത്? മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് കണക്കുകൾ തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന്. അത് ശരിയുമാണല്ലോ. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ആ സ്വർണത്തിന്റെയും ഹവാല പണത്തിന്റെയും കണക്കുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ കണക്കുകൾ തന്നെയാണ് അദ്ദേഹം അതിന്റെ ഒരു ആകെ കണക്കായിട്ട് ഈ ഇന്റർവ്യൂവിൽ, ഹിന്ദു പത്രത്തിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അത് മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ 4 വർഷം കൊണ്ട് എത്ര സ്വർണം, എത്ര ഹവാല പണം പിടിച്ചെടുത്തിട്ടുണ്ട്, ഇതിന്റെ കണക്കായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഇത് ദേശവിരുദ്ധമായ പ്രവർത്തനത്തിനും സംസ്ഥാന വിരുദ്ധമായ പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് മലപ്പുറത്തെ ആകെ അപമാനിക്കുന്നതായി പോയി. മലപ്പുറത്തെ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും വന്നതോടുകൂടി ഒരു തിരുത്തലിലേക്ക് പോവുകയാണല്ലോ ഉണ്ടായത്. പക്ഷേ അവിടെയും ഈ വാർത്താ സമ്മേളനത്തിലും കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെയാണ് എന്ന്. നാടിനെതിരെയുള്ള കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി കട്ടിയായിട്ട് പറയുമ്പോൾ ദേശവിരുദ്ധം. അപ്പോൾ ഇതിൽ ആകെ കൂടെ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു കാര്യമായി മാറിയിരിക്കുകയാണല്ലോ. തിരുത്തൽ വരുത്തണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു ഖേദപ്രകടനം ഹിന്ദു പത്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഉദ്ദേശ കാര്യം തന്നെ അല്ലായിരുന്നോ പത്രത്തിൽ അച്ചടിച്ചു വന്നത്? മഞ്ജുഷ്, ഇതില് നാം കാണേണ്ടത് ഇന്നലെ ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു അഭിമുഖം, ഹിന്ദുവിന്റെ കറസ്പോണ്ടന്റ് ശോഭന നായരുമായി നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ ഹിന്ദു ദിനപത്രത്തിൽ വരികയും ഇന്ന് ഹിന്ദു ദിനപത്രം തിരുത്തുന്നതുവരെയും അന്തരീക്ഷത്തിൽ സംശയത്തിന്റെ മുൾമുന CPM-ന് നേരെയും വിശിഷ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് നേരെയും ഉയർന്നു വന്നിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടെന്നാൽ മുസ്ലിം സമുദായത്തെ ആകമാനം അപമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയെ ആകമാനം അപമാനിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പരാമർശം നടത്തി എന്നുള്ളതായിരുന്നു ഇതുവരെ വിമർശകർ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചതോടുകൂടി വസ്തുതാപരമായി പിശക് പറ്റിയിട്ടുണ്ട് എന്ന് പൊതുബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായ സാഹചര്യത്തിൽ ആ വിവാദത്തിന് യാതൊരു പ്രസക്തിയില്ല. ഒന്ന്. രണ്ട്, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു? നമുക്കറിയാം, കരിപ്പൂർ വിമാനത്താവളം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തപ്പെടുന്ന സ്വർണത്തിന്റെ പങ്കുകൾ പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടി വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ആളുകൾ ആകമാനം ഈ 150 കിലോ സ്വർണവും 100 ചില്ലുവാനം കോടി രൂപയും ഹവാല പണവും കടത്തിക്കൊണ്ടുവന്നത് മലപ്പുറംകാരാണ് എന്ന ധ്വനിയിൽ നാം കാണേണ്ട. അതിന്റെ ഫാക്ച്വൽ ഫിഗേഴ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇത്രയും അധികം പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത്, അതുപോലെ തന്നെ ഹവാല പണം ഇടപാട് നടത്തുന്നത്, മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നതും ഒക്കെ തന്നെ ദേശദ്രോഹ പ്രവൃത്തിയായി തന്നെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നവരും ദേശദ്രോഹികളാണ് എന്നുള്ളതിന് ഒരു സംശയം ഇക്കാര്യത്തിൽ നമുക്ക് ആർക്കില്ലല്ലോ. അത് പറയുവാൻ എന്താണ് മടി? അത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽ വരുത്തുകയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, അഡ്വക്കേറ്റ് ബി.എൻ. ഹസ്കർ, ഇതിന് ഒരു PR ഏജൻസിയുടെ സഹായം മുഖ്യമന്ത്രിക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ്. ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷേ ആ ഇന്റർവ്യൂ വന്ന വഴി, അതാണല്ലോ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റായി മാറിയിരിക്കുന്നത്. അതൊരു PR ഏജൻസി വഴിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഒരു ദേശീയ മാധ്യമത്തിൽ കൊടുക്കണം എന്നുള്ള ഒരാവശ്യം അവിടെ വന്നിരുന്നു സർക്കാരിന്. അങ്ങനെ ഈ അൻവർ ഉന്നയിച്ച ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണക്കടത്തും ഹവാല പണവും മലപ്പുറവും ഒക്കെ ആയി ഒരു ഇതാണ് സർക്കാരിന്റെ നിലപാട്, ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം ദേശീയ തലത്തിൽ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു PR വർക്ക് അവിടെ നടത്തി. ആ PR വർക്ക് പാളുകയാണോ ഇവിടെ ചെയ്തത്, അതോ ശരിയായ രീതിയിൽ തന്നെ PR വർക്ക് നടന്നു, പക്ഷേ അവിടെ ഇത്രയും വിവാദമാകുമെന്ന് കരുതിയിരുന്നില്ല എന്നുള്ളതാണോ, അതോ മനഃപൂർവ്വമായി തന്നെ ഉണ്ടാക്കിയ ഒന്നാണോ? മഞ്ജുഷ്, ഇതിൽ കാണേണ്ടത് ഖൈസൻ എന്ന് പറയുന്ന ഒരു PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാവണം മുഖ്യമന്ത്രി ദില്ലിയിൽ വെച്ച് ഹിന്ദു ദിനപത്രത്തിന്റെ കറസ്പോണ്ടന്റുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. സ്വാഭാവികമായും അത്തരമൊരു ലേഖനം ഇന്നലെ പ്രസിദ്ധീകരിക്കുന്നത് വഴി ആ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാത്തതായ ഭാഗങ്ങൾ PR ഏജൻസിയുടെ ചുമതലക്കാരൻ വീണ്ടും വിളിച്ചു പറഞ്ഞ് അത്തരം ഒരു വാർത്ത കൊടുക്കണം എന്ന് പറഞ്ഞ് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോ ഈ വിവാദങ്ങളിലേക്ക് വന്നിട്ടുള്ളത്.
ഈ വിവരങ്ങൾ, കണക്കുകൾ, വസ്തുതകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി അൻവർ തുടർച്ചയായി നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന് മറുപടി എന്നോണം നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഈ കണക്കുകളൊക്കെ അവതരിപ്പിച്ചിരുന്നതുമാണ്. ഇതിൽ നിന്ന് ഒരു തരത്തിലും ആ വസ്തുതകളിൽ നിന്ന് മാറുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രി പറയാതിരുന്ന സാഹചര്യങ്ങളിൽ, മുഖ്യമന്ത്രി പറയാത്തിടത്ത് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അഭിമുഖ പ്രസിദ്ധീകരണത്തെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് PM മനോജ് എഴുതി ഹിന്ദു ദിനപത്രത്തെ ഓർമ്മപ്പെടുത്തുകയും ഖേദം പ്രകടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ആ വിവരം ലഭിച്ച ഉടൻ തന്നെ ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വാർത്ത വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇനി ഈ വിവാദത്തിന് യാതൊരു പ്രസക്തിയില്ല. ഇന്നലെ ഏജൻസിയുടെയും സഹായം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ആവശ്യമില്ല എന്ന് മുമ്പ് കേട്ടിട്ടുള്ളതാണ് കേട്ടോ. അത്തരം വിശദീകരണങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ സ്വർണ്ണക്കടത്തും ഹവാല പണം പിടിക്കലും ഒക്കെ നടക്കുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നതിന് വേണ്ടി ഒരു PR ഏജൻസിയുടെ ആവശ്യം എന്താണ് സംസ്ഥാന സർക്കാരിന് വന്നത്? അതിപ്പോൾ പുലിവാല് പിടിച്ച അവസ്ഥയിലായി മാറിയിരിക്കുകയാണല്ലോ ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. ആ ഏജൻസി തന്നെ ഏജൻസി തന്നെ സർക്കാരിനെ ഒരു ദുരന്തത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എന്നല്ലേ കാണാൻ കഴിയുക. കാരണം പഴി മുഴുവൻ വന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രി ഒരു ജില്ലയെ തന്നെ അപമാനിച്ചു എന്ന രീതിയിലുള്ള വിവാദങ്ങൾ വന്നപ്പോഴാണല്ലോ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് മുഖ്യമന്ത്രിക്ക് മാറ്റി പറയേണ്ടി വന്നത്. ഈ PR ഏജൻസിയാണ് അത് എഴുതി കൊടുത്തത് എന്ന് ഹിന്ദു ദിനപത്രത്തിന് പറയേണ്ടി വന്നത്. അങ്ങനെ വരുമ്പോൾ PR വർക്കിന്റെ പിഴവ് അവിടെ കാണുകയാണ്. ഇങ്ങനൊരു PR വർക്കിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ള ചോദ്യം വരികയാണ്. മുമ്പ് ഈ കനകൊലുവിന്റെ കാര്യം തന്നെ കോൺഗ്രസിനെതിരെ എത്രമാത്രം ശക്തമായി ഉന്നയിച്ച ആളാരാണ്? ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു കോൺഗ്രസിനെതിരെ ഈ കനകൊലു വർക്കിനെ കുറിച്ച്. അല്ല മഞ്ജുഷ്, ഇടതുപക്ഷം ഒരു കാലത്തും ആശ്രയിക്കാൻ പാടില്ലാത്തത് ഇത്തരം കോർപ്പറേറ്റ് ഏജൻസികളെ ആശ്രയിക്കാൻ പാടില്ല എന്നുള്ള സമീപനമാണത്. കാരണം അനുഭവവും പരിണിത പ്രജ്ഞരുമായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഒരു നീണ്ട നിര CPM നേതൃത്വ നിരയിലുണ്ട്. സ്വാഭാവികമായും ആ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സർക്കാരും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനു പകരം ഇത്തരം PR ഏജൻസികളുടെ ചെപ്പടി വിദ്യകൾക്ക് നിന്നുകൊടുക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അത് പാർട്ടി ഇക്കാര്യത്തിൽ പരിശോധിക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്തരം ഒരു PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളെയും വാർത്തകൾ വിതരണം ചെയ്യുന്നതിനും വേണ്ടി ചുമതലപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് ചേർന്നതല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണോ ഇത്തരത്തിൽ ഒരു PR ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഇപ്പോ വസ്തുതകളില്ല. ആ സാഹചര്യത്തിൽ പാർട്ടി ഇത്തരത്തിൽ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിയന്ത്രിക്കപ്പെടേണ്ടതും, പാർട്ടി അറിയാതെയാണ് ഇത്തരത്തിൽ നിയമിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ നടപടികളിലേക്ക് പോകേണ്ടതും ഉണ്ട് എന്നതുകൂടി വളരെ പ്രസക്തമാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുകൾ എടുക്കേണ്ട സമീപനം എപ്പോഴും തീരുമാനിക്കുന്നത് ആ പാർട്ടിയുടെ ഘടകങ്ങൾ തീരുമാനിക്കുന്നതിനെ ആശ്രയിച്ചാണ്. അതിന്റെ രാഷ്ട്രീയ നയം, ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നയം നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം, കേരള ഗവൺമെന്റിന്റെ മാനിഫെസ്റ്റോ അടക്കം നടപ്പിലാക്കുന്നതിന്റെ ബാധ്യത മുഴുവൻ CPIMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഘടകകക്ഷികൾ അടക്കമുള്ള പാർട്ടികൾക്കുള്ളിൽ കൂടി കൂട്ടുത്തരവാദിത്വമുള്ളതുമാണ്. അതുകൊണ്ട് CPM ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം പ്രവർത്തിക്കേണ്ടിയിരുന്നത്. ഇവിടെ ഒരുപക്ഷെ CPIMന് പിശകു പറ്റി എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ഫക്രുദ്ദീൻ അലി കൂടി ചേരുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇതൊരു